ഹായ്. നമ്മൾ കുറച്ച് നാളത്തെ ശേഷമാണ് പിന്നെ അടുത്തൊരു വീഡിയോ ഇടാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പം നിൽക്കുന്നത് നമ്മൾ പൊന്മുടിയിലാണ്. പൊന്മുടി സീതാതീർത്ഥത്തിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് പൊന്മുടി സീതാതീർത്ഥത്തിൽ പൊങ്കാലയാണ് കേട്ടോ. അങ്ങനെ പൊങ്കാല അർപ്പിക്കാനാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പോകുന്നത് പൊങ്കാല അർപ്പിക്കാൻ. അപ്പോൾ പോകുന്നത് വെച്ചാൽ ഈ പൊന്മുടി ടോപ്പിൽ നിന്നിട്ട് ഈ കുറച്ച് റെസ്റ്റോറൻറ്റ് കാണാം, സ്നാക്സ് ഒക്കെ ഉള്ള ഈ റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. പോകാനുള്ള നമുക്ക് ആ വശത്തേക്കാണ് പോകാനുള്ള. നിറയെ ഭക്തജനങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. സംസാരിക്കാനൊന്നും വൈ തണുപ്പ്, നല്ല തണുപ്പ്. ഇപ്പം ശരിക്കും ഭക്തജനങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ഇന്നത്തേക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ അതുവഴി വന്ന് ചെറിയൊരു കാട് പോലെ സ്ഥലത്ത് ചെറിയൊരു ഊട് വഴിയാണ്. ഇതാണ് ഇങ്ങനൊരു ഊട് വഴി ആരോമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോകാൻ. നിറയെ ആൾക്കാർ പോകുന്നുണ്ട്. ഇന്നിവിടെ ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഭക്തജനങ്ങൾ മാത്രമല്ല, ടൂറിസ്റ്റുകൾ ഈ പൊന്മുടി തീർത്ഥത്തിലേക്ക് വരുന്നുണ്ട് പൊങ്കാല ഇടുന്ന കാണാൻ. അങ്ങനെ നമ്മൾ സീതാതീർത്ഥത്തിൽ വന്നെത്തിയല്ലോ. ഇതാണ് സീതാതീർത്ഥം. ഇവിടെ എവിടെയാണ് പൊങ്കാലയിടെന്ന് വെച്ചാൽ അറിയത്തില്ല, ആദ്യമായിട്ട് ആഴണ്ടേ. അപ്പോഴാ ഇവിടെ ഒരു കല്ല് വെച്ച് അത് കുരുത്തോടെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ കുരുത്തോല പന്തലങ്ങളുണ്ട്. ഇതാണ് കേട്ടോ സീതാതീർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ ഈ വെള്ളം കോരിയാണ് പൊങ്കാല അർപ്പിക്കേണ്ടത്. നമ്മൾ ഈ വെള്ളം തന്നെ കോരി പൊങ്കാല അർപ്പിക്കണം കേട്ടോ. ഈ വെള്ളം അങ്ങനെയാണ് ഇവിടുത്തെ രീതി. എപ്പോഴാണ് പൊങ്കാല അർപ്പിക്കേണ്ട സമയം അറിയത്തില്ല. വരുന്നവരെല്ലാവരും വീഡിയോ എടുക്കും ഒക്കെ തന്നെയാണ് എല്ലാവരും. കാരണം ഒരു ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ. താൽക്കാലികമായിട്ടുള്ള ക്ഷേത്രം ഉണ്ടെന്നാ തോന്നുന്നത്, പക്ഷെ അല്ല, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ക്ഷേത്രം പോലെ തന്നെ. ഇവിടെ എന്തൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്, ഒന്നും വ്യക്തമായിട്ട് അറിയാം. ആദ്യമൊക്കെ ഇവിടെ ഈ തീർത്ഥത്തിൽ തന്നെ വെള്ളം എടുക്കാൻ വരുന്നു കേട്ടോ. അപ്പം അത് സമ്മതിക്കില്ല, ടാങ്ക് വെച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തരും മുക്കി കോരി കലം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇതാണ് മറ്റൊരു തീർത്ഥക്കുളം. ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ ക്ഷേത്ര പരിസരം വിട്ട് ദയവായി അകലേക്ക് ആരും പോകാതിരിക്കുക. കുഞ്ഞുങ്ങളെയും മറ്റേ പ്രായമുള്ള അതുപോലെ ഭണ്ഡാരി അടുപ്പിൽ കത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പൊങ്കാല അടുപ്പിലേക്ക് പകരാൻ പറ്റുള്ളൂ. ഭണ്ഡാരി അടുപ്പ് ഇതൊരിക്കലും തീ തെളിച്ചിട്ടില്ല. ക്ഷേത്രാങ്കണത്തിലെ താൽക്കാലികമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. വേണ്ടി എല്ലാവരും സ്വയം പാലനരാകുന്ന ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു.
ഏതാനും നിമിഷം തന്നെ ഭണ്ഡാരി അടുപ്പിൽ അഗ്നി പകരും. ഈ ഭണ്ഡാരി അടുപ്പിൽ നിന്നാണ് മറ്റ് അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്നത്. നമ്മുടെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊങ്കാലൊക്കെ തീർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൊങ്കാല. ഇനി എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയാനേ, ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് സീതാ സമേതയായി വനവാസ കാലത്ത് ഇവിടെ സീത വന്നെന്നും ശ്രീരാമന് സീതയും ലക്ഷ്മണനും വന്നെന്നും സീതയ്ക്കേറെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഇതെന്ന് അറിയുകയും അതുകൊണ്ട് സീതയ്ക്ക് ദാഹം തീർക്കാൻ വേണ്ടിയാണ് ഈ തീർത്ഥം ശ്രീരാമൻ നിർമ്മിച്ചതെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇന്ന് ഇവിടെ മറ്റൊരു ചടങ്ങ് നടക്കാൻ പോകും. പൂപ്പാട വരലോ അങ്ങനെ എന്തോ ആണ് ആദ്യമായിട്ടാണ്. ഭണ്ഡാരടുപ്പിലെ പൊങ്കാല നിവേദ്യം ഉള്ള സമയം ആഗതമായിരിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ വിവിധ തീർത്ഥ പൊങ്കാല മഹോത്സവത്തിന്റെ പൊങ്കാല നിവേദ്യ സമയം ആഗതമായിരിക്കുകയാണ്. ദയവായി ക്ഷേത്രത്തിന് പരിസരം വിട്ട് മുകളിലേക്ക് കയറി നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ജനങ്ങളെ ശ്രദ്ധിക്കുക, ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുകയാണ്. ദയവായി ക്ഷേത്ര പരിസരം വിട്ടു നിൽക്കുന്ന ആൾക്കാർ ഈ ക്ഷേത്ര പരിസരത്തേക്ക് വനമുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവായി മുകളിലേക്ക് കയറിപ്പോകുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അറിയിക്കുന്നു.
പൊന്മുടി സീതാ തീർത്ഥത്തിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊങ്കാലയൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങാൻ പോകും. പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാം തീർന്ന് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ.